guys, welcome back to V-Dogs. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ഡിറ്റക്റ്റീവ് ചലഞ്ച്. മൂന്ന് ഡിറ്റക്റ്റീവ്സ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിറ്റക്റ്റീവ്സ് അത് മനസ്സിലായോ നിങ്ങൾക്ക് എന്തോന്ന്? ഇല്ല നമുക്ക് മനസ്സിലായില്ല. നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലായില്ല. നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യമായിട്ടാണ് കുറെ പാർട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? കുറെ പാർട്ടി ചെയ്തില്ല, നമ്മൾ ഒരു പാർട്ടി ചെയ്തുള്ളായിരുന്നു. നമ്മൾ നേരത്തെ ഒരു തവണ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് മെഹുലിന്റെ ഇത്. സോ നമ്മൾ വീണ്ടും പാർട്ട് 2 ആയിട്ട് വന്നിരിക്കുകയാണ്. യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ മെഹുലിന്റെ വീഡിയോയും സംഭവങ്ങളെല്ലാം നമ്മുടെ ക്രൂവും കാര്യങ്ങളും എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം ചാർലി ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വന്നു. നോക്കൂ, വേറൊരാൾ പോയി. രാജ്ദീപ് നാളെ വരും. സത്യം ഗൈസ്, നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കമന്റ് ബോക്സ് ഒക്കെ കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ ഊക്ക് മേടിക്കുന്നത് ഇപ്പൊ റാഷിക് ഡിബി ആണ് കമന്റ് ബോക്സിൽ. നിങ്ങൾക്ക് നന്നായിട്ട് മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും റാഷിക് ഡിബി വരട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ലെറ്റ്സ് ഗോ. ഡൽഹി നഗരത്തിലെ ബാങ്കുകളിൽ ദിവസവും മോഷണം നടക്കുകയായിരുന്നു. പോലീസുകാർക്ക് മോഷ്ടാക്കളെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. സഹായത്തിനായി ഡിറ്റക്റ്റീവ് മെഹുലിനെ മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നു. മെഹുൽ വന്ന ഉടനെ എല്ലാ മോഷണങ്ങളുടെയും റിപ്പോർട്ടുകൾ ആദ്യം പരിശോധിക്കുന്നു. ആദ്യത്തെ മോഷണം 8-ാം നമ്പർ ബാങ്കിലും, രണ്ടാമത്തെ മോഷണം 27-ാം നമ്പർ ബാങ്കിലും, മൂന്നാമത്തേത് ബാങ്ക് നമ്പർ 64-ലുമാണ് നടന്നത്. റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ അടുത്ത മോഷണം എവിടെ നടക്കുമെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ അടുത്ത മോഷണം എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന്? ഇത് കണക്കാണല്ലോ. എനിക്ക് ക്രൂവിനോട് ഒരു കാര്യം പറയാണെന്ന് അറിയോ? അതൊന്നും കൂടി വെക്കോ. എനിക്ക് മോഷണം 8-ാമത്തെ നമ്പറിൽ ബാങ്കിൽ നടന്നു, രണ്ടാമത്തെ 27-ാമത്തെ നടന്നു, മൂന്നാമത്തെ 64-ൽ നടന്നു, അടുത്ത 7 നടക്കും. അപ്പൊ ഞാൻ പറയട്ടാ, ഞാൻ പറഞ്ഞോ ആൻസർ പറഞ്ഞു. 115-ാമത്തെ ബാങ്കിൽ നടക്കും. ഇല്ല, എനിക്ക് കാരണമൊന്നുമില്ല, അത് അറിഞ്ഞാ പോരെ? അല്ല, അത് വ്യക്തമായ കാരണം ഞാൻ കണ്ടു. ഞാൻ നോക്കട്ടെ. നിങ്ങൾ നോക്ക്, ഞാൻ നിങ്ങളുടെ വായി കയറിയാണ് ഇരിക്കുന്നേ. ഞാൻ 62 പറഞ്ഞു. ഞാൻ 125 പറഞ്ഞു. 125 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് 3-ന്റെ ക്യൂബ് 27, 4-64. പക്ഷെ അതൊന്നും വെച്ചാലല്ല നീ പറഞ്ഞ. അല്ല, വെറുതെ. പക്ഷെ ഞാൻ കണക്കൂട്ടിയപ്പോ എനിക്ക് തോന്നിയതാണ് അങ്ങനെ. ഗൈസ്, ഈ മേഖല കണക്കൂട്ടിയൊക്കെ ചിന്തിക്കുന്ന കാര്യം എന്തുവാ? കള്ളന്മാരെന്ത് പൊട്ടന്മാരാണോ? ഡിറ്റക്റ്റീവ് മേഖല ഒരു മണ്ടനാണ്. ഡിറ്റക്റ്റീവ് മെഹുലല്ല, നീ കള്ളന്മാരെ ഒരു പൊട്ടനാണെങ്കിൽ ഏതെങ്കിലും കണക്കൂട്ടി എങ്ങനെയും ചെയ്യും. ചില കള്ളന്മാർക്കില്ലേ അവരുടേതായ ലോജിക് ഉണ്ടാവും, അവരുടേതായ എടാ, അതുകൊണ്ടല്ലേ ആദ്യത്തെ 3 ആ പാറ്റേണിൽ നടന്നേ. അപ്പൊ 4-ാമത്തെ ആ പാറ്റേണിൽ നടക്കുന്നല്ലേ? ഈവൻ ദോ ഓൾ ഇന്റലിജന്റ് കള്ളൻസ് ആർ ഡൂയിങ് ലൈക്ക് ദിസ് കൈൻഡ്. അതെ, ചാലിയാസിനെ നന്നായിട്ട് അറിയാം അല്ലേ ചാലിയാസ്? അതെ, കമലമ്പനെ കണ്ട് പഠിക്കുമല്ലേ. ഇന്നലെ ഇതൊരു ഇൻസിഡന്റ് ഉണ്ടായി. ഇന്നലെ ഇവിടെ മറ്റേ പൂട്ടി ലോക്കായി അവിടുന്ന്. ഇയാള് മറ്റേ ഒരു പ്ലെയർ എടുത്തിട്ട് വന്നിട്ട് ദിങ്ങനെ ചെയ്തിട്ട് ചെവി ഇങ്ങനെ വെച്ചിട്ട് തുറന്നില്ലല്ലോ. തുറന്ന് അത് കണ്ടപ്പോഴേ ഇയാള് പഠിച്ച കള്ളനാന്ന് എനിക്ക് മനസ്സിലായേ. എഡ്യൂക്കേറ്റഡ് കള്ളൻ. സത്യം പറയല്ലേ, ഞാൻ വിചാരിച്ചില്ല പ്ലെയർ വെച്ചിട്ട് തുറക്കാനൊന്നും പാടുന്നില്ല. സോറി, അൺഎഡ്യൂക്കേറ്റഡ് കള്ളൻ. സോറി ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഒരു രാത്രി ലളിത് കൊല്ലപ്പെടുന്നു. ലളിതിന്റെ ജോലിക്കാരൻ ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നു. രാവിലെ വന്ന് നോക്കിയപ്പോൾ മുതലാളി കൊല്ലപ്പെട്ടതായി കണ്ടു. ഇന്നലെ രാത്രി ലളിതിനൊപ്പം ആരോ പാർട്ടി നടത്തിയിരുന്നുവെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. ലളിതിനെ കൊലപ്പെടുത്തിയത് അയാളായിരിക്കും. ലളിതിന്റെ കയ്യിൽ മെഹുൽ ചുവന്ന നിറത്തിലുള്ള തുണിയും കണ്ടെത്തി. ഇത് കൊലപാതകയുടേതാകുവാൻ സാധ്യതയുണ്ട്. ലളിതിൽ നിന്നും മെഹുൽ ഒരു ഫോൺ കണ്ടെത്തുന്നു. അതിൽ നിന്ന് ഇന്നലെ രാത്രി ലളിത് സോനം, പവൻ, വിക്കി എന്നീ 3 പേരുമായി സംസാരിച്ചതായി മെഹുലിന് മനസ്സിലാകും. കൂടുതൽ അന്വേഷണത്തിനായി മെഹുൽ എല്ലാവരുടെയും വീട്ടിലേക്കും പോകുന്നു. പവൻ: ഞാൻ 2-3 ദിവസമായി പുറത്തു പോയിരിക്കുകയായിരുന്നു. ഇന്നാ തിരികെ വന്നത്. വിക്കി: സർ, ഞാൻ എന്റെ സുഹൃത്തിന്റെ കൂടെ പാർട്ടി നടത്തുകയായിരുന്നു, ലളിതിനൊപ്പമല്ല. സോനം: സർ, ഇത് നോക്കൂ, എന്റെ കാലിൽ പരിക്കേറ്റിരിക്കുകയാണ്. ഒരാഴ്ചയായി വീടിന് പുറത്തേ പോയിട്ടില്ല. 3 പേരെയും ചോദ്യം ചെയ്യുകയും അവരുടെ വീട് നിരീക്ഷിക്കുകയും ചെയ്തപ്പോൾ നകുലിനെ നിങ്ങൾക്ക് മനസ്സിലായോ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സോനയുടെ ഇത് പറയത്തില്ല, ഞാൻ 2-ാം നമ്പറേ പറയത്തുള്ളൂ. മറ്റേ പുള്ളിക്കാരന് ഓവർകോട്ട് ഇട്ട പുള്ളി. ആണോ? എന്നാ ഞാൻ സോന പറയുന്നത്. ഞാനും സോന. ഇവിടെ സോനമാണ് കൊലപാതകി. ഡിറ്റക്റ്റീവ് മെഹുലിനോട് താൻ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവർ പുറത്തേക്ക് പോയില്ലായിരുന്നെങ്കിൽ പിന്നെ സോനത്തിന്റെ ചെപ്പിൽ ചെളി പുരണ്ടത് എങ്ങനെയായിരുന്നു? അവരുടെ കട്ടിലിൽ അതേ വസ്ത്രവും ഉണ്ട്. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് മെഹുൽ കണ്ടെത്തി. സോന പാർട്ടിക്ക് പോയില്ലല്ലോ, മറ്റേവനല്ലേ പാർട്ടിക്ക്? ആണോ? അവിടെ ഉടുപ്പ് കയറി നിനക്ക് കണ്ണ്
കാണത്തില്ല, അവന്റെ കയ്യിലിരുന്ന് കണ്ടല്ലോ. പുറകിലൊരു കർട്ടൻ. നീ വെറുതെ അല്ല നീ ബിബിയിൽ ഇങ്ങനെ നടക്കണേ. ഞാനേ ബികോം കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഈ രണ്ടുപേർക്കും പോയിന്റ് കിട്ടുമോ? കിട്ടും ഗൈസ്. അപ്പൊ എന്തായാലും മെഗുൽ എന്നെ ചതിച്ചു. മെഗുൽ എന്നെ ചതിച്ചെന്നല്ല, നിനക്ക് ബുദ്ധിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 2-1 മുട്ട. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. മ്യൂസിയത്തിൽ 5000 വർഷം പഴക്കമുള്ള മമ്മിയുടെ ഒരു മോതിരം സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് കാണുവാൻ ദിനവും ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വരുമായിരുന്നു. ഒരു ദിവസം ആ മോതിരം മോഷ്ടിക്കപ്പെടുന്നു. മ്യൂസിയത്തിന്റെ മാനേജർ ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിക്കുന്നു. കൂടാതെ സന്ദർശകരെ ഒന്നും പുറത്തേക്ക് പോകുവാനും അനുവദിച്ചില്ല. മെഹുൽ മ്യൂസിയത്തിലെ ഗാർഡിനോടും മാനേജറോടും അവർക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ സംശയം തോന്നുന്ന ആരും മ്യൂസിയത്തിലേക്ക് കയറുന്നത് കണ്ടിട്ടില്ല സർ. ഈ മോഷണം ആരായിരിക്കും ചെയ്തത് സർ? അതെങ്ങനെയായിരിക്കും? കള്ളൻ ഇപ്പോഴും മ്യൂസിയത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് മെഹുലിന്റെ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. ചിന്തിക്കൂ ലോജിക്കലാർമി. ഈ ഫൂട്ടേജ് നോക്കിയപ്പോൾ കള്ളൻ ആരാണെന്ന് മെഹുലിന് എങ്ങനെയാണ് മനസ്സിലായത്? എന്റെ ഇത് വെച്ചിട്ട് തലയില് ഇത് വെച്ചിട്ട് വേണം. ആ നീല ഉൾപ്പെട്ട പുള്ളി, കാരണം പുള്ളിയാണ് അതിന്റെ ആ മോതിരത്തിന്റെ അടുത്ത് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ലൈവിനകത്ത് വരുമ്പോഴത്തേക്കും സെന്ററിലേക്ക് വന്ന് പുള്ളിയുടെ കൈയും കാണുന്നുമില്ല, ഒരു കൈ കാണുന്നുമില്ല, ലെഫ്റ്റ് ഹാൻഡ് കാണുന്നുമില്ല. അതിനകത്ത് ആ പെണ്ണ് അപ്പുറത്തില്ല, ലൈവിലില്ല. മറ്റേ ആ പെണ്ണ് റെക്കോർഡിങ്ങിലുണ്ട്. നമുക്ക് നോക്കാം കേസ്. ഫൂട്ടേജിൽ ആദ്യം ഒരു വയസ്സായ സ്ത്രീയെ കാണാം. എന്നാൽ ഇപ്പോഴുള്ള ഫൂട്ടേജസിൽ വയസ്സായ ആരെയും കാണുന്നില്ല. ആരും മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ലാത്ത സ്ഥിതിക്ക് അതെങ്ങനെ സംഭവിക്കും? ആ വയസ്സായ സ്ത്രീ പിന്നീട് രൂപം മാറ്റി കാണും. ഇപ്പോൾ ആ സ്ത്രീയുടെ ഹീൽസിലേക്ക് ശ്രദ്ധിക്കൂ. ആ ഹീൽസ് ഈ പെൺകുട്ടിയുടെ ഹീൽസുമായി മാച്ച് ആകുന്നുണ്ട്. മെഹുൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. മെഹുൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട ആ കുട്ടി പാനിക് ആകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനും ശ്രമിക്കുന്നു. ഓടുന്നതിനിടയിൽ അവളുടെ ലാപ്ടോപ്പ് ബാഗ് താഴെ വീഴുന്നു. മെഹുൽ അവരുടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അത് ലോക്ക്ഡ് ആണ്. ഇത് ഓപ്പൺ ചെയ്യുന്നതിന് ഒരു ലോഗിൻ കോഡ് ഉപയോഗിക്കണം. Z=1 Y=2 ആണെങ്കിൽ A+B എത്രയാണ്? പറയൂ ലോജിക്കലായിരുന്നു. തെണ്ടിത്തരോ കേട്ടോ. A+B all square = A²+2. അതൊന്നും ഇത് ചെയ്യണ്ട. പേപ്പർ മേൻ എടുത്ത് തരട്ടെ. 47. അല്ല, Z ഒന്നാണെങ്കിൽ ഓക്കെ, അത് ഓക്കെ. A+Bയും Zയും Yയും രണ്ടും രണ്ടല്ലേ? അത് A+B വരുമ്പോ 47. അതെങ്ങനെ? എന്നാ A²+B² എഴുതിയാണോ? എന്നാ നമുക്കും അറിയാം അത് പറയുന്നത്. 51. കുറച്ചു നേരം ആലോചിച്ച ശേഷം മെഹുലിന് കാര്യം പിടികിട്ടുന്നു. ആൽഫബറ്റ്സിന്റെ വാല്യൂ റിവേഴ്സ് ഓർഡറിലാണ്. A26ഉം B25ഉം ആയി. 26 + 25 51 ആണ്. മെഹുൽ 51 എന്ന് പ്രസ് ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് ഓപ്പൺ ആകും. മെഹുൽ ഉടനടി തന്നെ ആ ലൊക്കേഷനിലേക്ക് എത്തുന്നു. അവിടെ ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നു. അവളെ പിടികൂടുകയും ചെയ്തു. എന്തായാലും രണ്ടാമത്തെ റൗണ്ട് തീർന്നു. അതില് KMC കൊമ്പൻ എത്ര പോയിന്റ്? 1. എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. ഒരു ദിവസം റിയ എന്ന ഒരാൾ കൊല്ലപ്പെടുന്നു. അവരുടെ ഡെഡ് ബോഡി സ്റ്റോർ റൂമിലാണ് കിടന്നത്. അവിടെ നിറയെ ചിലന്തി വലകളും ഡസ്റ്റും ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് കരൺ ആലിയെ ഫോൺ ചെയ്ത് വിവരമറിയിക്കുന്നു. ആലിയ ക്രൈം സീനിലേക്ക് എത്തുന്നു. അവിടെ ആകെ ആലിയ വിശദമായി തന്നെ പരിശോധിക്കുന്നു. ആലിയയ്ക്ക് 3 പേരുടെ മേൽ സംശയമുണ്ടാകുന്നു. റിയയുടെ വളർത്തുപുത്രൻ അമിത്, വീട്ടിലെ ജോലിക്കാരി മഞ്ജു, പിന്നെ റിയയുടെ ഹസ്ബൻഡ് കരൺ. 3 പേരെയും ചോദ്യം ചെയ്യുന്നു. അവർ എന്ത് ചെയ്യുകയായിരുന്നുവെന്നും ചോദിക്കുന്നു. കരൺ പറഞ്ഞു, ഞാൻ ആഹാരം കഴിക്കുകയായിരുന്നു. അമിത് പറഞ്ഞു, ഞാൻ പഠിക്കുകയായിരുന്നു. മഞ്ജു പറഞ്ഞു, ഞാൻ വീട്ടുജോലികൾ ചെയ്യുകയായിരുന്നു. ആലിയ ക്രൈം സീനിന്റെ ഫോട്ടോകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അപ്പോൾ ആലിയയ്ക്ക് ആരാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? മകൻ അമിത് പഠിക്കായിരുന്നു എന്ന് പറയുന്നു. ഒരാൾ എന്തായിരുന്നു, ഫുഡ് കഴിക്കുമായിരുന്നു. ഒരാള് പണി ചെയ്യുമായിരുന്നു, തൂത്തുമായിരുന്നു അല്ലേ? ബുദ്ധിപരിച്ച് കണ്ടുപിടിച്ചേ. ഞാൻ അമിത് പറഞ്ഞു. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണമൊന്നുമില്ല, പക്ഷെ അവളെ കണ്ടിട്ട് കള്ളലക്ഷണമുണ്ട്. അവളെ അതെ, പെണ്ണുങ്ങൾ അങ്ങനെ പണിയെടുക്കാറില്ല പൊതുവെ, ആരും പറയാതെ. അല്ലേലും ആ ഇങ്ങനത്തെ ഇത്രയും നല്ല സ്യൂട്ടിലൊക്കെ വന്നിട്ട് പെണ്ണ് പണിയെടുക്കുക തോന്നല്ല. ഞാൻ ആ പെണ്ണിനെ പറയുന്നു. ഞാൻ ആ പെണ്ണിനെയാണ് സംശയിക്കുന്നത്. കാരണം ഇങ്ങനത്തെ കോലത്തിലൊക്കെ വന്നിട്ട് പണിയെടുക്കുമോ? സത്യം അങ്ങനത്തെ കോലത്തിലല്ല. പൊതുവെ ഇവരിങ്ങനെ ഫോഴ്സ് ചെയ്യാതെ പറയത്തില്ലേ, ഈ ഫോഴ്സ് ചെയ്യാതെ ചെയ്യാറില്ല അല്ലേ? തോന്നിയിട്ടുണ്ടോ? അതിനിപ്പോ വീട്ടുകാരിയാണെങ്കിൽ, വീട്ടിൽ പണിക്കാരിയാണെങ്കിൽ, വീട്ടിലെ പണിക്കാരിയാണെങ്കിലും പണിക്കാരി എങ്ങനെയാ ഒരുമാതിരി. അതെ, ഞാൻ ആലോചിച്ച നല്ല കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരൊക്കെ ഉണ്ട്. അതെ, അല്ലാത്ത കുടുംബത്തിലുള്ള കാര്യം പറഞ്ഞേ. നോക്കാം. ചിലന്തി വലകൾ കാണാം. അതുകൂടാതെ നിറയെ പൊടിയുണ്ട്. സ്റ്റോർ റൂമിന്റെ സ്ഥിതി ആകെ അഴുക്ക് പിടിച്ചതാണ്. ആ സ്റ്റോർ റൂമിൽ കയറിയവരുടെ ഡ്രസ്സും ദേഹവും മുഴുവനും ഇതേപോലെ അഴുക്ക് പിടിച്ചതായിരിക്കും. മഞ്ജുവിന്റെ ഡ്രസ്സിലേക്ക് നോക്കൂ.
എടി മഞ്ജു കള്ളി വെയിറ്റ് ചെയ്യ്. അവളെ ബോസേ, കണ്ടിരിക്കടി. ഇവളെ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. എടി നീ അങ്ങ് പണിയെടുത്ത് അങ്ങ് ഒലത്തി. ഞാൻ പറഞ്ഞില്ലേ ഇവളൊക്കെ പണിയെടുക്കുന്ന കണ്ടല്ലേ. ബ്രോ എന്താ റീസൺ പറയാൻ വന്നേ? ഞാൻ പറഞ്ഞല്ലോ 2ാം ഗണത്തിൽപ്പെട്ട പെണ്ണാണത്. അങ്ങനല്ല ബ്രോ, മറ്റേതെന്തോ റീസൺ പറയാൻ പറഞ്ഞായിരുന്നു അമിത്തിന്. അമിത പറ. ഡ്രസ് ഇവിടെ ചുമപ്പായിരുന്നു, ചുമപ്പ് തുണിയും കിടപ്പുണ്ടായിരുന്നു. അയ്യോ, ആ തുണി അല്ലാതെ ഇവിടെ ഇവളൊക്കെ പണിയെടുത്ത കണ്ടാലേ അറിയാം. പിന്നെ അവള് വീട്ടിൽ ഇല്ലാത്തപ്പോ അങ്ങ് തുടക്കുന്നു തുടച്ച് Guys, അപ്പൊ എനിക്കറിയായിരുന്നു നമ്മള് തന്നെയാണെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ മഞ്ജു അല്ല ഫുള്ള് കാണാൻ ഞാൻ ആ മഞ്ജുനെ പിടിക്കുന്നു കണ്ടേ. മഞ്ജുനെ പിടിച്ച് ഓൾറെഡി ഗൈസ്, അപ്പൊ എന്തായാലും മഞ്ജുനെ പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും മഞ്ജുനെ തന്നെ പറഞ്ഞേ. മഞ്ജുനെ കണ്ടാലും ഞങ്ങൾക്ക് അറിയായിരുന്നു മഞ്ജു അങ്ങനെ ചെയ്യുന്നോളാണെന്ന്. ഓക്കെ, 2, 4, 2 എത്ര 2 അടുത്ത റൗണ്ടിലേക്ക് പോകും. ഒരു ദിവസം ഒരു കോളനിയിൽ ഒരു കൊല നടക്കുന്നു. കോളനിയിലെ ആൾക്കാർ ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിക്കുന്നു. 80 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. മെഹുൽ കോളനിയിലുള്ളവരെ ചോദ്യം ചെയ്യും. തൊട്ടടുത്തുള്ള അയൽവാസി റാം പറയുന്നു, സർ, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഇവരെ നല്ലതുപോലെ പരിചയം പോലുമില്ല. അടുത്ത അയൽവാസി മോഹൻ പറയുന്നു, ഞാൻ എന്റെ ജോലിക്ക് പോയിരിക്കായിരുന്നു, എനിക്കും ഒന്നും അറിയില്ല. അടുത്ത അയൽവാസിയായ അമിത് പറയുന്നു, എനിക്ക് ഇന്നാ 20 വയസ്സ് തികഞ്ഞത്, ഞാൻ കൂട്ടുകാരനോടൊപ്പം പാർട്ടി നടത്തുകയായിരുന്നു, എനിക്കൊന്നും അറിയില്ല. മെഹുലിന് ശക്തമായ തെളിവുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല. കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം 60 വയസ്സുള്ള ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് മെഹുലിന് ഒരു കോൾ വരുന്നു. മെഹുൽ കോളനിയിലേക്ക് ചെല്ലുന്നു. അതിനിടയിൽ തന്നെ മറ്റൊരു കൊലപാതകത്തിന്റെ വാർത്തയും മെഹുലിന് കിട്ടുന്നു. അതൊരു 40 വയസ്സുകാരന്റെ മരണ വാർത്തയായിരുന്നു. മെഹുൽ എല്ലാ ക്രൈം സീനിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നു. അപ്പോൾ തന്നെ അടുത്ത കൊലപാതകം ആരുടേതായിരിക്കുമെന്ന് മെഹുലിന് മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? അമിത്തിന്റെ അവന് 20 വയസ്സായുള്ള അവന് ബർത്ത്ഡേ പാർട്ടി അടുത്തെന്ന് പറഞ്ഞില്ലായിരുന്നു? ആ ശരിയാ, അതെന്തിനാ ഉറക്കെ പറയാൻ പോയി. അപ്പൊ ഞാൻ ഇനി എന്തിനു പറയും? ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നതിന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ അമിത് എന്ന് പറഞ്ഞു. എന്തിനു പറയാ, അത് തന്നെ പിന്നെ പൊട്ടാന്ന് വിചാരിക്കൂലേ. ഇവരൊക്കെ ആൻസർ പറഞ്ഞു തന്നിട്ട് തന്നെ ആണോ 20 വയസ്സുള്ള ആളെന്നല്ല പറയണ്ട, ആളുടെ പേരാ പറയണ്ട. അമിത് ഞങ്ങൾ പറഞ്ഞു. ഇനി ബ്രോ എന്താ പറയുന്നത്? 20. പക്ഷെ അതിനകത്ത് ചോദിക്കുന്നത് ഇനി അടുത്ത ഏത് ആളാ? മെഹുൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ പാറ്റേൺ പരിശോധിക്കുന്നു. ആദ്യത്തെ കൊലപാതകം 80 വയസ്സുള്ള ആളുടേത്, രണ്ടാമത്തേത് 60, മൂന്നാമത്തേത് 40, അടുത്തത് 20 വയസ്സുള്ള ആളുടേതായിരിക്കും. നേരത്തെ അയൽവാസിയായ അമിത് തനിക്ക് 20 വയസ്സ് തികഞ്ഞ കാര്യം പറഞ്ഞത് മെഹുൽ ഓർക്കുന്നു. അപ്പോൾ അയാളുടെ കൊലപാതകമാണ് നടക്കുവാൻ പോകുന്നത്. മെഹുൽ വേഗത്തിൽ തന്നെ അമിത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൊലപാതകയും എത്തി. മെഹുൽ അവനെ കൈയോടെ പിടികൂടുന്നു. എന്നിട്ട് പോലീസിനെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കൃത്യസമയത്ത് പറഞ്ഞില്ലായിരുന്നു, ഇപ്പൊ അവനെ കൊന്നേനെ. ഞങ്ങളുടെ സത്യം പറഞ്ഞ രക്ഷകൻ തന്നെ. ഇതിന് പോയിന്റ് പറഞ്ഞെങ്കിൽ പിന്നെ 5, 3, 3. നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക്. അമൻ, അക്കു, അമിത്, പങ്കജ് എന്നീ 4 കൂട്ടുകാരും പാർട്ടിക്ക് ശേഷം അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു. എന്നാൽ അടുത്ത ദിവസം ആകാശ് നോക്കുമ്പോൾ പങ്കജ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാൾ ഉടൻ തന്നെ മെഹുലിനെ വിവരം അറിയിക്കുന്നു. മെഹുൽ ക്രൈം സീൻ വിശദമായി പരിശോധിക്കുന്നു. അവിടെ അയാൾക്ക് ഒരു പേപ്പർ ലഭിക്കുന്നു. അതിൽ ആൽഫബറ്റും ചില നമ്പറുകളും എഴുതിയിരിക്കുന്നത് കാണുന്നു. മെഹുലിന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. പങ്കജിന്റെ എല്ലാ കൂട്ടുകാരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നു. പാർട്ടി കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? അവൻ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി, ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി. ആകാശ് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് മറ്റൊരു പാർട്ടിക്ക് പോയി സർ. അമിത് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല സർ, ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി. മെഹുൽ 3 പേരും പറഞ്ഞത് ശ്രദ്ധയോടെ കേൾക്കുന്നു. എന്നിട്ട് പേപ്പറിൽ എഴുതിയിരുന്ന ക്ലൂ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. ആരാണ് യഥാർത്ഥ കൊലപാതകി എന്ന് മെഹുലിന് മനസ്സിലാക്കും. ഞാനും പറഞ്ഞു. പിന്നെ വരുന്നത് എം വരുന്നത് 15 പിന്നെ വീണ്ടും 1 വരുന്നത് എ ആണ്. പിന്നെ എൻ വരുന്നത് 13, 14. കൊലപാതകയെ മനസ്സിലാക്കി തരുവാനാണ് ശ്രമിക്കുന്നത്. അതിനെ ശ്രദ്ധയോടെ ഒബ്സർവ് ചെയ്യൂ. കില്ലറിന്റെ പേര് പേപ്പറിൽ കോഡഡ് ലെറ്ററുകളിലാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ അക്ഷരം എ ആണ്, രണ്ടാമത്തേത് 13, 13ാമത്തെ ആൽഫബറ്റ് എം ആണ്, അടുത്തത് 1 ആണ്, അത് എ. ഇനി 14 എൻ. അപ്പോൾ പേര് അമൻ എന്നാകുന്നു. പങ്കജ് കോഡുകളിൽ ആ പേര് എഴുതുവാൻ കാരണം അവൻ അത് നശിപ്പിച്ചു കളയാതിരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. മെഹുൽ അവനെ പിടികൂടി ജയിലിലടക്കും. പങ്കജടാ മോനെ, ചാവം കാണിച്ചപ്പോൾ നീ എഴുതി വെച്ചല്ലോ. അതും 13, അതും നീ മനസ്സുണ്ടല്ലോടാ, അത് ഞാൻ കാണാതെ പോകത്തില്ല. പറയുന്നുണ്ടായിരുന്നു അമ്മനെ അവൻ നശിപ്പിച്ചു അല്ല, അത് അവൻ കൊല്ലാൻ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവൻ എഴുതാനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ. ചാവൻ ഇങ്ങനെ കിടക്കുമ്പോ ABCD ഇങ്ങനെ എഴുതി കാലയിലും കൂടെ എണ്ണിയെന്ന് പറഞ്ഞു. അവന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എടുത്ത് മെഗുലിനെ വിളിച്ച് പറയായിരുന്നു ആ ടൈം ഉണ്ടായിരുന്നെങ്കിൽ. മെഗുല സെക്കൻഡിൽ എത്തിയാനല്ലോ.
സത്യം മെഗുൽ ഞാനൊരു കാര്യം ചെയ്യണം. ഈ മെഗുൽ എന്തിനാ ഈ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നേ? അടുത്ത റൗണ്ടിലേക്ക് ആ ഗൈസ് അപ്പൊ എത്രയായി? 4 6 ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. രാവിലെ 7 മണിയോടുകൂടി അവളുടെ കോളേജിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. വഴി വെച്ച് ഒരു വാനിൽ വന്നവർ അവളെ കിഡ്നാപ്പ് ചെയ്യുവാൻ ശ്രമിച്ചു. നേഹ അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു കൊടുത്തു. ഓടി ഓടി അവൾ ഡിറ്റക്റ്റീവ് മെഹുലിന്റെ അടുത്തേക്ക് എത്തിച്ചേരും. നേഹ, നിന്നോട് ഇങ്ങനെ കാണിക്കുവാൻ എന്തെങ്കിലും ശത്രുക്കളുണ്ടോ നിനക്ക്? അങ്ങനെ ആരുമില്ല സർ. എന്റെ 3 ക്ലാസ്മേറ്റുകളുമായി ഞാൻ കഴിഞ്ഞ ദിവസം വഴക്ക് കൂടിയിരുന്നു. മെഹുൽ നേഹയും കൂട്ടി അവളുടെ കോളേജിലേക്ക് പുറപ്പെടുന്നു. ആ 3 കൂട്ടുകാരെയും ചോദ്യം ചെയ്തു. നിങ്ങൾ 3 പേരും രാവിലെ എവിടെയായിരുന്നു? രാവിലെ എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നേരെ കോളേജിലേക്കാണ് വന്നത്. ഞാൻ നേരെ കോളേജിലേക്ക് വന്നത് സർ. എന്നെ ഒരു ക്രൈമിലും പെടുത്തരുത്. ഞാൻ എന്തിനു കിഡ്നാപ്പ് ചെയ്യണം? ഞാൻ രാവിലെ പാർക്കിൽ ജോഗിങ് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്ന് ഫ്രഷായി കോളേജിലേക്ക് വരികയായിരുന്നു. മെഹുൽ 3 പേരുടെയും മറുപടികൾ ശ്രദ്ധിച്ചു കേട്ടു. ആരാണ് കള്ളം പറയുന്നതെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? ഇന്നത് അഹങ്കാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിങ്കാണ്. പിങ്കാണ് അഹങ്കാരി. അവളുടെ ആ സംസാരത്തിലുണ്ട്. പിന്നെ അതിനകത്ത് അവള് കിഡ്നാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേന്നുള്ള സംഭവം അതാ അവള് പറയുന്നുണ്ട്. പക്ഷേ അവളുടെ മുഖം കാണാനും ഇച്ചിരി ഇതാ. അവളുടെ ഒരു വെടക്ക് മുഖത്തെയാണ്. അതെ, ഞാൻ പിങ്കിനെ പറയുന്നത്. മറ്റേതൊരു ക്യൂട്ട് ഏഞ്ചലാ. ഞാൻ പിങ്ക്. പിങ്ക് ഗൈസ്. മെഹുൽ വളരെ സിമ്പിൾ ആയ ചോദ്യമായിരുന്നു ചോദിച്ചത്. നിങ്ങൾ രാവിലെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. പൂർവിയും നീരജും വളരെ സാധാരണ ഉത്തരങ്ങളാണ് നൽകിയത്. കിഡ്നാപ്പിംഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർ പറഞ്ഞില്ല. എന്നാൽ സെജൽ മറുപടി പറഞ്ഞപ്പോൾ അവൾ കിഡ്നാപ്പിംഗ് ചെയ്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അവൾക്ക് എങ്ങനെ മനസ്സിലായി നേഹയുടെ കിഡ്നാപ്പിംഗ് ശ്രമം നടന്നുവെന്ന്? അവൾക്ക് ഈ കിഡ്നാപ്പിംഗുമായി എന്തോ തരത്തിൽ ബന്ധമുണ്ട്. മെഹുൽ അവളെ പിടികൂടുന്നു. നമ്മൾ മുഖം നോക്കി കണ്ടുപിടിക്കും. നമുക്ക് കാര്യം മുഖം നോക്കി നമ്മൾ കണ്ടുപിടിക്കും. സിമ്പിൾ ഗൈസ്, സിമ്പിൾ. അവള് അത് കിഡ്നാപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവളാണെന്ന്. സിമ്പിൾ ഇതൊക്കെ കണ്ടുപിടിക്കും. മെഗുൽ വരേണ്ട കാര്യമില്ല. കോമൺ സെൻസ്. കണ്ടുപിടിക്കാൻ മക്കളുടെ ബുദ്ധി മതി. സത്യം. ഗൈസ് അപ്പൊ അടുത്തയിലേക്ക് പോവാം. ഒരു സിനിമയുടെ സ്ക്രീനിംഗ് നടക്കുകയായിരുന്നു അവിടെ. പൊടുന്നനെ ആരുടെയോ നിലവിളി ശബ്ദം കേട്ടു. വാഷ്റൂമിൽ വെച്ച് സിനിമയിലെ നടി കൊല്ലപ്പെട്ടതായി കണ്ടു. ആ സിനിമയിലെ നടൻ മെഹുലിനെ ഫോൺ ചെയ്ത് വിവരം അറിയിക്കുന്നു. മെഹുൽ വന്ന ക്രൈം സീൻ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. നടിയുടെ പൊട്ടിയ വാച്ച് മെഹുലിന് കിട്ടുന്നു. അപ്പോഴത്തെ സമയം 11 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരുന്നു. പിന്നീട് വാച്ച് പ്രവർത്തിച്ചിട്ടുമില്ല. അതായത് കൊലപാതകം ഏകദേശം 11:20 സംഭവിച്ചിരിക്കുക. കയ്യാങ്കളിക്കിടെ വാച്ചും തകർന്നതായിരിക്കും. പുറത്തു വന്നിട്ട് മെഹുൽ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. നിങ്ങളൊക്കെ 11-നും 12-നും ഇടയ്ക്ക് എന്തൊക്കെ ചെയ്യുകയായിരുന്നു? ഞാൻ ഫോണിൽ എന്റെ വൈഫുമായി സംസാരിക്കുകയായിരുന്നു. ഇതാ നോക്കൂ എന്റെ കോൾ ഡീറ്റെയിൽസ്. ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനോടൊപ്പം ക്യാബിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ നോക്കൂ ക്യാബിന്റെ ബിൽ ഡീറ്റെയിൽസ്. സർ, ഞാൻ പാർട്ടിയിലായിരുന്നു. എനിക്കൊന്നും അറിയില്ല സർ. ആ സമയം ഞാൻ എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കുകയായിരുന്നു. നോക്കൂ, ഞാൻ ആ സമയത്ത് എടുത്ത പടങ്ങൾ. മെഹുൽ എല്ലാവരും പറഞ്ഞത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. ആരാണ് കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? ഞാൻ റൈറ്റർ പറയുന്നു. ഞാൻ റൈറ്ററിന്റെ അല്ല. കാരണം ഞാൻ റൈറ്ററിന്റെ പറയണം. കാരണം എന്താ പറയാ, അവൻ ഫോട്ടോ എടുക്കുന്ന പറഞ്ഞത് ആ സമയത്തല്ല അവന്റെ. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അവൻ ഫോട്ടോ എടുത്തേക്കുന്നതിനകത്ത് ആ നടൻ വന്നിട്ടുണ്ട്. നടൻ ആ സമയത്ത് ക്യാബിലായിരുന്നു. അപ്പൊ ഈ ഫോട്ടോ എടുത്തേക്കുന്നത് അവള് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് 11 ആണ്. റൈറ്റർ ആണ് കുറ്റക്കാരൻ. നാലാമത്തവൻ. അല്ല, അപ്പൊ ഞാൻ പറയട്ടെ, നടനാണ് കുറ്റക്കാരൻ. അല്ലല്ല, ഞാൻ റൈറ്റർ അല്ല, ഞാൻ നടനെ കുറ്റം പറയാം. ഞാൻ മാറ്റിയിട്ടേ, ഞാൻ നടനെ പറഞ്ഞിട്ടേ. എനിക്ക് ഇവിടെ 2 ആളെ സംശയമുണ്ട് ഇപ്പൊ. ഞാൻ റൈറ്റർ തന്നെ ചൂസ് ചെയ്തു. ഞാൻ ഹീറോയിനെ ചൂസ് ചെയ്തു. ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശാൻ 11 ഈ മരിക്കുന്ന സമയത്ത് അവൻ ക്യാബിലാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവള് മരിക്കണേന് മുമ്പ് ഉണ്ടോ ഫോട്ടോയിലാണ് അവനുള്ളത്. അപ്പൊ അതിന് പ്ലേ ചെയ്തേ. റൈറ്ററിന്റെ ഫോട്ടോയിൽ നോക്കുമ്പോൾ അതിൽ ഹീറോയും നടിയും ഡയറക്ടറും ഉണ്ട്. അതെങ്ങനെ സംഭവിക്കും? കാരണം ആ സമയം ആക്ടർ അയാളുടെ ഗേൾ ഫ്രണ്ടിനോടൊപ്പം ക്യാബിലായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ എങ്ങനെ സംഭവിക്കും? അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത പിക്ചറാണ്. മെഹുൽ ആ റൈറ്ററെ കൈയോടെ പിടികൊടുത്തു. അപ്പൊ ഞാൻ 11:20 അവള് മരിച്ചത്. 11:20 എവിടെ ഫോട്ടോ എടുക്കാൻ ഇത് ചെയ്യാൻ പറ്റുന്നേ? എടാ, അത് മരിക്കണേന് മുമ്പുള്ള ഫോട്ടോയാണെന്നാണ്. അല്ല, 11:20 അതിന്റെ പൊക്കത്തിൽ ടൈം ഉണ്ട്. അത് കഴിഞ്ഞ അതിന്റെ ഫോട്ടോയിൽ എങ്ങനെ വന്നാണ് ഞാൻ കൺഫ്യൂഷൻ. മറ്റേത് 11 മണിക്ക് വണ്ടിക്കകത്തുണ്ടെന്നല്ലേ പറഞ്ഞേ. ആ ഒരു ടൈം ഡിഫറൻസിൽ അപ്പൊ കൺഫ്യൂഷൻ ആയി. അങ്ങനെ ഗൈസ്, അപ്പൊ എന്തായാലും ഞങ്ങൾ ബുദ്ധിപരമായി അവനെ റൈറ്ററിനെ പിടിച്ചു. മെഹുലിന് കൊടുത്തിട്ടുണ്ട്. അവരായി അവരുടെ പാടായി. ഗൈസ്, അപ്പം വിന്നറിനെ നിങ്ങൾ തന്നെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.